എനിക്ക് മനസ്സിലായോണ്ട് ഇടപെട്ടെ. ഞാൻ ആദ്യം ഇത് കേട്ടുപോയത്, ഞാൻ നേരാന്ന് ഓർത്ത് കേട്ടിരുന്നതാണെന്ന്. രണ്ടാമത് റെഫറൻസ് ഒന്ന് പരിശോധിച്ചു. കാരണം ദൈവം ഏതായാലും ചട്ടത്തിൽ മേൽ ചട്ടവും സൂത്രത്തിൽ മേൽ സൂത്രവും വെക്കുകയല്ലോ എന്ന് ആലോചിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ, ഞാൻ പറഞ്ഞു കേട്ടോ, യേശു ക്രിസ്തു വരുന്ന ബൈബിളിൽ എവിടെയെങ്കിലും ഉണ്ടോ? എനിക്കൊന്ന് കാണിച്ചു. പഴയ നിയമത്തിൽ എവിടെയെങ്കിലും യേശു ക്രിസ്തു നയിക്കുന്നുണ്ടോ? എന്നിട്ട് എന്തിനാ പുത്രനെ യേശു എന്ന് പേരിട്ടത്? അവർ തള്ളിയതിന് ന്യായമായ കാരണമില്ലേ ബ്രദർ? മശിക എന്നും ഇമ്മാനുവേൽ എന്നും വിളിക്കുന്നു പറഞ്ഞിട്ട് എന്തിനാ യേശു എന്ന് പേരിട്ടത്? ദൈവം മനഃപൂർവ്വം സൂത്രത്തിന്മേൽ സൂത്രമല്ലേ, ചട്ടത്തിന്മേൽ ചട്ടമല്ലേ, കുരുക്കിട്ടല്ലേ സംസാരിച്ചത്? ഉപമയായും മർമ്മമായും അല്ലേ സംസാരിച്ചത്? എന്ത് ഇതുപോലെ അടുത്തിന് യേശു സംസാരിച്ച് കേൾപ്പിച്ചു തരണോ? അപ്പോസ്തലന്മാർ സംസാരിച്ച് കേൾപ്പിച്ചു തരണോ? ഇതുപോലെ തന്നെ ബൈബിൾ മുഴുവനും. അതിന് ഞാനൊരു വാക്യം എടുത്തു, പ്ലീസ് അത് മനസ്സിലാക്കൂ. എന്തൊക്കെ ഈ ആവേശം കയറിയിട്ട് പറയുന്നേ? ആവേശം നല്ലതാണ്. ആവേശം നല്ലതാണെങ്കിൽ ഞാനത് അംഗീകരിക്കും. നിങ്ങളുടെ ആവേശം നല്ലതാണ്. നിങ്ങൾ ദൈവം സംസാരിക്കുമ്പോൾ സൂത്രത്തിൽ സംസാരിച്ചു എന്നാണ് ആക്കി തീർക്കുന്നത്. അങ്ങനെയാണ് സംസാരിച്ചത്. മത്തായി സുവിശേഷം 13 വായിച്ചു നോക്കുക. യേശു ഉപമ പറഞ്ഞത് ഗ്രഹിക്കാനാണെന്ന് നിങ്ങൾ എല്ലാവരും പറയുന്നു. യേശു ഉപമ പറഞ്ഞത് ഗ്രഹിക്കാതിരിക്കാനെന്ന് യേശു പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ പറയുന്നു ഉപമ പറഞ്ഞത് ഗ്രഹിക്കാനെന്ന്. ഞാൻ ഉപമയുടെ തന്നെ പഠിപ്പിക്കുന്നത്. ഞാൻ ഉപമയുടെ കാര്യമേ വേണ്ടിയില്ല. ഞാൻ പറഞ്ഞ സൂത്രത്തിൽ ഉപയോഗിച്ചതാണ് ബ്രദർ. അത് ഉപമ സൂത്രത്തിൽ പറയാണ്. വാക്യമല്ലല്ലോ പാസ്റ്റർ തന്ന സാറ് തന്ന വാക്യത്തെ 19 സൂത്രത്തിൽ തന്നെയാണ് ഉപയോഗിച്ചത്. കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. അവിടെ പേര് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഒരു ഉദാഹരണം, ബ്രദറിന്റെ അമ്മ ബ്രദറിനും ബ്രദറിന്റെ അനിയനും നിൽക്കുമ്പോൾ പറയാണ്, മോനെ നിന്റെ പപ്പയുടെ നാമത്തിൽ ഒരു മുദ്രപത്രം വാങ്ങിച്ചിട്ട് വരൂ. ബ്രദർ ചെന്ന് പപ്പ എന്ന് എഴുതി വാങ്ങിച്ചോണ്ട് വരികയും ബ്രദറിന്റെ അനിയൻ പോയി ഇപ്പൊ പപ്പയുടെ പേര് വർഗീസ് ആണെങ്കിൽ വർഗീസ് എന്ന് എഴുതി വാങ്ങിച്ചിട്ട് വരികയും ചെയ്യും. രണ്ട് പത്രത്തിൽ രണ്ട് രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നു. ഇത് രജിസ്റ്റർ ചെയ്യാൻ ചെല്ലുമ്പോൾ ന്യായാസനം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ചോദിക്കും, ശരി നിങ്ങൾ പപ്പ എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ പിതാവിന്റെ പേർ പപ്പ എന്ന് തെളിയിക്കുന്ന രേഖ തരൂ. നിങ്ങൾക്ക് കൊടുക്കാനില്ല. നിങ്ങളുടെ അനിയൻ എടുത്ത് കൊടുക്കും. ഇപ്പൊ വർഗീസ് എന്നാണ് എഴുതിയെങ്കിൽ വർഗീസ് തെളിവെടുത്ത് കളിച്ചു. അതുപോലെ ഇവിടെ നാമത്തിൽ എന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞത് അനുസരിക്കും, ഞാൻ അമ്മ പറഞ്ഞതുപോലെ പറയുമെന്ന് പറഞ്ഞാൽ അത് വിഡ്ഢിത്തരമാണ്. മോന് മനസ്സിലായി, നാമത്തിൽ അത് വർഗീസ് ആണെങ്കിൽ വർഗീസ്, നാമം തന്നെ എഴുതി വാങ്ങിച്ചോണ്ട് വരാനല്ല. ശരി, നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഞാൻ അത് സൂത്രത്തിലാണ് സംസാരിച്ചിരിക്കുന്നത്, ഉപമയായി സംസാരിച്ചിരിക്കുന്നത്. ഏത് കൊടുക്കാൻ തന്നെയാണ് സംസാരിക്കുന്നത്. പിതാവ് എന്നുള്ള ഉപമയാണെന്നോ? അതെ, നാമം പറയാതെ പിതാവ് എന്ന് പറഞ്ഞത് ഉപമ തന്നെയാണ്. ഒന്നിനോടൊന്ന് സാദൃശ്യം ചൊല്ലികൾ ഉപമ. നാമം പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് നാമം പറയാതെ അതിനെ മറ്റൊരു ഫോമിൽ പറഞ്ഞിരിക്കുന്നു, അത് ഉപമ തന്നെയാണ്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ ഉപമയാണെന്നോ? ഉപമയാണ്, അത് നാമമല്ല. ഉപമയാണോ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്? അത് ഏത് ഭാഷ വിചാരിപ്രകാരം? ഒന്നിനോടൊന്ന് സാദൃശ്യം ചൊല്ലുകൾ ഉപമ. പറയാതെ നാമത്തിന് സാദൃശ്യമായി മറ്റൊരു വാക്ക് പറഞ്ഞതാണ് സർവനാമം, അതാണ് ഉപമ. പറഞ്ഞാട്ടെ, ഉപമ എന്ന് വ്യക്തമാക്കി. ഏതിനോട് ഏതിനാ ഓമിച്ചേ? പിതാവിനെ എന്തിനോട് ഓമിച്ചു? നാമം പറയാതെ സർവനാമം. ഇപ്പം ബ്രദറിന്റെ അമ്മ ബ്രദറിനോട് പറഞ്ഞു, മോനെ പോയി പപ്പയുടെ നാമത്തിൽ വാങ്ങിച്ചിട്ട് വന്നു പറഞ്ഞു. നിങ്ങളുടെ അനുജൻ പോയി ചെന്ന് വർഗീസ് ആണെങ്കിൽ വർഗീസ് എന്ന് വാങ്ങിക്കുകയും നിങ്ങൾ പപ്പ എന്ന് എഴുതി വാങ്ങിക്കുകയും ചെയ്യുമ്പോൾ അമ്മ ഉപമയായി പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായത് ഇളയ മകനും നിങ്ങൾ പപ്പ എന്ന് എഴുതി വാങ്ങിച്ച് രജിസ്ട്രേഷൻ ആധാരം ന്യായ നാൾ വലിച്ചു കയറി ദൂരെ എറിയും. അത് സമ്മതിച്ചു. ഈ പിതാവ് എന്നുള്ള ഉപമ ഞാൻ സിമ്പിളായിട്ട് ചോദിക്കാം, പിതാവ് എന്ന് ഉപമിച്ച ആരെയാണ്? പിതാവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ നാമം പറയാതെ പിതാവ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ആണ്. നാമത്തിന് പകരം ഉപയോഗിച്ച വാക്കാണ് പിതാവ്. പിതാവെന്ന് ഉപമിച്ചത്, അതായത് ഞാൻ നല്ല ഇടയനാകുന്ന ഒരു ഉപമയാണ്. ആ ഇടയൻ ഉപമിച്ച യേശുവിനോടാണ് എന്ന് പറഞ്ഞ പോലെ പിതാവെന്ന് ആരോട് ഉപമിച്ചു? ഉപമിച്ചത് യേശുവിനോടല്ല. ആ നല്ല ഇടയൻ യഹോവ എന്ന് ഞാൻ പറഞ്ഞ തർക്കിക്കാൻ പറ്റുമോ? രണ്ടിടയനില്ല, ഒരുള്ള യഹോവ എന്റെ ഇടയനാകുന്നു, അത് തന്നെയാണ് യേശു ക്രിസ്തു. ഞാൻ നല്ല ഇടയനാകുന്നു, ഇതാണ് ഞാനും പിതാവ് ഒന്നാകുന്നു. നേരെ പറയാമല്ലോ, രീതിയിലേക്ക് പോണ്ട, അത് പിന്നെ വേറെ സംഭവം. ഓക്കെ, പിതാവെന്ന് ആരോട് ഉപമിച്ചതാ ഞാൻ ചോദിച്ചത്? ശിഷ്യന്മാരോട് പറഞ്ഞു പിതാവിന്റെ നാമത്തിൽ ചെയ്യാൻ. ആ നാമം നിങ്ങൾ മാളികമുറിയിൽ കൂടി ഇരുന്ന് പരിശുദ്ധാത്മ പ്രാപിക്കുമ്പോൾ അത് ഉപദേശിച്ചു തരുമെന്ന് യേശു മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അവർ നേരെ ശക്തി പ്രാപിക്കാൻ പോയിരുന്നു. നിങ്ങൾ പറഞ്ഞത് ആരും പറയാത്തൊരു കാര്യമാണ്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഒരു ഉപമയാണ്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഉപമയാണെങ്കിൽ പിതാവ് ആരെ ഉപമിക്കുന്നു, പുത്രൻ ആരെ ഉപമിക്കുന്നു, പരിശുദ്ധാത്മാരെ ഉപമിക്കുന്നു? അത് പറയാൻ സിമ്പിളായിട്ട് പറഞ്ഞാട്ട്. പിതാവ് എന്ന് ഉദ്ദേശിച്ചത് യഹോവ ദൈവത്തെയാണ്. വിശ്വസിക്കുന്നോ? യേശു ക്രിസ്തുവിനെയാണ്. പരിശുദ്ധാത്മാവോ? അപ്പോ ഉപമയായിട്ട് പറഞ്ഞതിന്റെ വിശദീകരണം വന്നപ്പോഴല്ലേ നിങ്ങൾക്ക് മനസ്സിലായുള്ളൂ. പക്ഷെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. അല്ല, പരിശുദ്ധാത്മാവ് ആരെ ഉപമിച്ചു അത് പറഞ്ഞില്ല. ലാസ്റ്റത്തെ പറഞ്ഞില്ല, രണ്ടെണ്ണം കറക്റ്റ് പറഞ്ഞു. ക്രിസ്തുവിനെ ഉപമിച്ചു. അപ്പൊ ക്രിസ്തു രണ്ടെണ്ണം വരുമോ? ഏത് ക്രിസ്തു? പുത്രൻ യേശു ക്രിസ്തു അല്ലേ?
ആ മനസ്സിലായോ? ഞാൻ അതിലേക്ക് വരാത്തതാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ഇതാണ് ഞാൻ അതിലേക്ക് യോഹന്നാൻ വരട്ടെ. 2:1. യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവൻ ദൈവത്തിനുള്ളവനല്ല. ആ പത്രോസ് പറഞ്ഞില്ലേ നീ ക്രിസ്തു എന്ന്, അതാ നീയാണ് പരിശുദ്ധാത്മാവ് എന്നാ പറഞ്ഞത്. അതാണ് മിണ്ടരുത്. ഞാൻ പരിശുദ്ധാത്മാവെന്ന് ലോകത്തിന് ഇതുവരെ അറിയില്ല, നീ തന്നെ ക്രിസ്തു. ഞാനതാ അതാണ് ചോദിച്ചേ. ഇനി ഈ യേശു തന്നെ കർത്താവ്. നോക്ക്, പേര് യേശു. ഈ യേശു തന്നെയാണ് ക്രിസ്തു, അതായത് പരിശുദ്ധാത്മാവ്. ഈ യേശു തന്നെയാണ് കർത്താവ്, അതായത് യഹോവ എന്ന് വിശ്വസിക്കുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്. ട്രിനിറ്റി പറയുന്നവനല്ല രക്ഷിക്കപ്പെട്ടത്. അതൊക്കെ സമ്മതിച്ചു. നമ്മുടെ ചോദ്യം ഇത്രേ ഉള്ളൂ. നമ്മുടെ ചോദ്യം അത്രേ ഉള്ളൂ, പറയൂ. പിതാവെന്നോ അല്ല, നിങ്ങൾ പറഞ്ഞ വാദവാ സമ്മതിച്ചല്ല, നിങ്ങൾ പറഞ്ഞ ഉപദേശം അംഗീകരിച്ചെന്നല്ല. അങ്ങനെ ചില വിദ്വാന്മാരുണ്ട്, ഇത്ര അൽക്കൂടത്തോട് അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. പോയില്ലേ? അങ്ങനെ കുറെ വിദ്വാന്മാരുണ്ട്. അവർ ആ ക്ലിപ്പ് കൊണ്ട് നടക്കുള്ളൂ. ജോബിയെ പോലെ കുറെ കക്ഷികളുണ്ട്, അവർക്ക് ഇത്രയും ക്ലിപ്പ് കിട്ടി അംഗീകരിച്ചു എന്ന് പറയും. അവരെ ആസ്വദിച്ചോട്ടെ. പറഞ്ഞത് നിങ്ങൾ രണ്ടെണ്ണം എന്നോട് പറഞ്ഞു, പിതാവ് യഹോവ. ഞാൻ അംഗീകരിച്ചു, അത് ശരിയാണ്. പിതാവ് യഹോവ, പുത്രൻ യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവാരെന്ന് സിമ്പിൾ ആയിട്ട് ഒരു വാക്കിൽ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞ പോലെ ക്രിസ്തുവിന്റെ മുദ്ര എന്ന് പറഞ്ഞാൽ എന്ത് മുദ്ര നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് എന്നോട് ചോദിച്ചു, അപ്പൊ ഞാൻ പറയാം. ഞാൻ അന്നേരം ഇത് തീരട്ടെ. ഞാൻ പറയുന്നത് പരിശുദ്ധാത്മ മുദ്രയാണെന്ന്. ഞാൻ പറയുന്നത് പരിശുദ്ധാത്മ മുദ്രയാണെന്ന്. ഞാൻ ചോദിച്ചത് എന്റെ ഒരു ചോദ്യം അങ്ങോട്ട് വന്നു സാറിനോട്. എന്നോട് ചോദ്യം ചോദിച്ചു, അപ്പൊ ഞാൻ പറയാം. മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി നമുക്ക് ആ പ്രശ്നം ക്ലോസ്. എന്ന് പറഞ്ഞാൽ പിതാവ് യഹോവ, പുത്രൻ യേശു ക്രിസ്തു. മൂന്നാമത്തെ ആൾ ഒരാള് ആരാണെന്ന് പറഞ്ഞാൽ മുദ്ര എന്താ ഞാൻ പറയാൻ പോവാ. ഒറ്റ മിനിറ്റിന്റെ വ്യത്യാസം പോലില്ല, ഒരു സെക്കൻഡ്. ഇതാ തന്നാട്ട്. പരിശുദ്ധാത്മാവിലല്ലേ നമ്മൾ മുദ്രയിട്ടിരിക്കുന്നത്? ഞാൻ മുദ്രയല്ല ചോദിച്ചത്. നിങ്ങൾ ഉപമയാന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് എന്തിനാ കാണിക്കുന്നു? ബ്രദർ, നിങ്ങളുടെ അതൊരു ഒന്ന് മണവാളന്റെ നാമത്തിൽ സ്ഥാനപ്പെടണമെന്ന് ഒരു വാക്യം തരാൻ പറഞ്ഞു. മണവാളൻ യേശു ക്രിസ്തു ആണോ എന്ന് ചോദിച്ചാൽ അയാൾ പറയില്ല. പറഞ്ഞ സംഭവം ശരിയായി പോകും. അതുപോലെ നിങ്ങൾ തർക്കിക്കരുത്. നിങ്ങൾ തന്നെ പഠിപ്പിച്ച അനേകം ശബ്ദങ്ങൾ സ്വർഗ്ഗം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ക്രിസ്തുവിൽ മരിക്കുന്നവരെന്നും പരിശുദ്ധാത്മാവിൽ മരിക്കുന്നവരെന്നും നിങ്ങൾ അനേകം തവണ സംസാരിക്കും. നിങ്ങളുടെ പ്രസംഗം എടുത്താൽ ഞാൻ അതിനകത്ത് അങ്ങോട്ട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് ക്രിസ്തുവിൽ മരിച്ചിരുന്നു പറഞ്ഞു, എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിൽ മരിച്ചിരുന്നു പറഞ്ഞു? ഇതൊന്ന് രണ്ടുപേരിൽ മരിക്കുമോ? നിങ്ങൾ ചോദിച്ചാൽ മറുപടി പറയോ? അതിന് ഓഡിയോ എനിക്ക് കിട്ടും. ഓഡിയോ എനിക്ക് കിട്ടും. ഞാനിപ്പോ ശ്രമിച്ചാൽ മതി. നിങ്ങൾ പ്രസംഗിച്ച ഓഡിയോ എനിക്ക് കിട്ടും. അതൊക്കെ ചോദിക്കണം. ഞാൻ തരാമല്ലോ, ഏത് ഓഡിയോയും തരാം. ഞാൻ തരാം, അത് ഞാൻ തന്നേക്കാം. അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കിയിട്ട് പ്രസംഗിച്ചു? ക്രിസ്തുവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് ബൈബിൾ പറയുന്നു. പരിശുദ്ധാത്മാവിൽ മരിക്കുന്നവർ. ഒരു കാര്യം ചെയ്യും സാർ, അതെന്നോട് ചോദ്യം ചോദിക്കും. അതിന് മുമ്പേ ദയവായിട്ടൊരു കാര്യം എന്നോട് അടുത്ത ചോദ്യം അത് തന്നെ ചോദിക്കണം. എന്നെ വിടരുത്, അത് ചോദിച്ചിരിക്കണം. അതുകൊണ്ട് അതിന് മുമ്പുള്ള കാര്യം, പിതാവ് ഒരു ഉപമയാണ്, പുത്രൻ ഒരു ഉപമയാണ്. ഞാൻ അതിൽ തന്നെ നിൽക്കും. അതിന് മറുപടി പറയാതെ രക്ഷയില്ല. അതിന് മറുപടി പറയാതെ ഞാൻ സാറിനെ വിടുന്ന പ്രശ്നമില്ല. സാർ, ഞാൻ അതിന് സാറിനെ മറുപടി പറയാതെ വിടുന്ന പ്രശ്നമില്ല. മനസ്സിലായില്ലേ? അതിന് മറുപടി തരാതെ സാറ് പോകൂല. അല്ലെ സാർ ഇവിടുന്ന് സ്കിപ്പ് ചെയ്യേ രക്ഷയുള്ളൂ. നിക്കല്ലേ ഉപമയാന്ന് പറയല്ലേ? ഉപമയാന്ന് പറയരുത്. എന്നോട് ചോദ്യം ചോദിച്ചോ. ഇതിൽ ആയിരക്കണക്കിന് ആളുകൾ കാണുകയാണ്. സാർ എന്നോട് ചോദ്യം ചോദിച്ചു. എന്റെ ഒരു മിനിറ്റ് കഴിഞ്ഞ് സാറ് ചോദ്യം ചോദിച്ചു. എനിക്ക് വേണ്ടത് ഒറ്റ കാര്യം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഉപമ. പിതാവ് ആരെ കാണിക്കുന്നു? സാർ ഉത്തരം പറഞ്ഞു യഹോവ. എനിക്കൂടെ സ്വീകാര്യമായ ഉത്തരാ പറഞ്ഞേ, നന്ദി. പുത്രൻ ആരെ കാണിക്കുന്നു? യേശു ക്രിസ്തു, നന്ദി. മൂന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് ഏത് ഉപമയാണ്, അതിന്റെ പൊരുൾ എന്ത്? ഒറ്റ വാക്കിലൊന്ന് പറയാമോ? ഇത് പരിശുദ്ധാത്മാവുള്ളവർക്കേ മനസ്സിലാകുള്ളൂ എന്നും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ശവാശം പോലല്ല, ട്രിനിറ്റി നിലക്കേറി ഇരുന്നവർക്ക് മനസ്സിലാകില്ലെന്നാ പറയുന്നത്. അതാണോ ഉത്തരം? എങ്കിൽ പിന്നെ ആവശ്യം ഉണ്ടായിരുന്നോ? എങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാ കിട്ടാൻ പ്രാർത്ഥിച്ചാൽ പോരെ? ഇത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ ഫാസ്റ്റിംഗ് ഇരിക്കും. കുറെ പേർക്ക് പരിശുദ്ധാത്മാ കിട്ടാൻ ഫാസ്റ്റിംഗ് ഇരിക്കുക. സംവാദത്തിന് വരേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇത്രയും വലിയ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ഒറ്റ വാക്കിൽ ഉത്തരം തരാമോ? പിതാവാര് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അത് ഉത്തരവാ. നിങ്ങൾക്ക് നല്ല ഉത്തരവ്, നിങ്ങൾ ഉത്തരവായിരിക്കും തന്നു. നല്ല ഉത്തരം, കറക്റ്റ് ആൻസർ തന്നു, ബിബ്ലിക്കൽ ആൻസർ. താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ആൻസർ യു ഹാവ് ഗിവൺ ടു മീ. സെക്കൻഡ് വൺ, പുത്രനാര്? യേശു ക്രിസ്തു. ഇതുകൊണ്ടാ പറഞ്ഞത് എന്നെ യേശു മക്കളോട് അവരുടെ താരതമ്യപ്പെടുത്തരുത്. ഞാൻ അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിശ്വാസിയാണ്. പിതാവാര് എന്ന് എന്നോട് പറഞ്ഞു, പുത്രനാരെന്ന് എന്നോട് പറഞ്ഞു. പരിശുദ്ധാത്മാവാരെന്ന് പറയാൻ നാണമാണോ ബുദ്ധിമുട്ടാണോ അറിയത്തില്ല. ഏതേലും ഉത്തരം പറ. നാണമല്ല ബ്രദർ, പരിശുദ്ധാത്മാവിനെ ആണ് ക്രിസ്തു എന്ന് സൂചിപ്പിച്ചിരുന്ന വാക്യം 1 കൊരിന്ത്യർ 2. ക്രിസ്തുവിൽ ഞാൻ സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവിലല്ലേ സംസാരിച്ചത്? ആണോ അല്ലയോ? എന്റെ ചോദ്യം 2 കൊരിന്ത്യരിലാണ് പറഞ്ഞത് ഞാൻ ക്രിസ്തുവിൽ സംസാരിച്ചിരിക്കുന്നു. ലാശത്തെ ഉത്തരം കിട്ടി. പരിശുദ്ധാത്മാവ് ക്രിസ്തുവാണ്. അപ്പൊ യേശുവിന്റെ കൂടെ എഴുതിയിരിക്കുക. നിങ്ങൾ തന്നെ പറഞ്ഞു പുത്രൻ യേശു ക്രിസ്തു. ലാശു പറഞ്ഞു പരിശുദ്ധാത്മാവ് ക്രിസ്തു. അപ്പൊ എത്ര ക്രിസ്തു ഉണ്ട്? അത് ഒരിക്കലും നിങ്ങൾ സമ്മതിക്കാത്തതാണ്. 1 യോഹന്നാൻ 2:20 പറഞ്ഞു യേശു തന്നെയാണ് ക്രിസ്തു, അതായത് പരിശുദ്ധാത്മാവ്. ഈ യേശു തന്നെയാണ് കർത്താവ്, അതായത് യഹോവ. അതാണ് നമ്മൾ പറയുന്നത്. ഇത് ഒരേ ഒരു ദൈവം, ആത്മാവായ ദൈവം. പണ്ട് ഇസ്രായേൽ മക്കളെ വഴി നടത്തിയപ്പോൾ യഹോവ എന്നും ഗോഡ് എബോവ് അസ്. അത് കഴിഞ്ഞിട്ട് ആ ദൈവം ശരീരധാരിയായി ഭൂമിയിൽ വന്നപ്പോൾ ദൈവം നമ്മോടുകൂടെ, ഗോഡ് വിത്ത് അസ്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആ ശരീരത്തെ മുകളിലേക്ക് എടുത്തിട്ട് അകത്തിരുന്ന ആത്മാവായ ദൈവം ഇപ്പോൾ നമ്മോടുകൂടെ, ഇൻ അസ്, ഗോഡ് ഇൻ അസ്.
അപ്പോൾ ഗോഡ് above us, ഗോഡ് വിത്ത് us, ഗോഡ് ഇൻ us. ഒരേ ഒരു ദൈവം. ആ ദൈവം 3 രീതിയിൽ വെളിപ്പെടുന്നു. 2 രീതിയിൽ ആത്മാവായിട്ട് വെളിപ്പെട്ടു, ഒരു രീതിയിൽ ശരീരത്തിലൂടെ വെളിപ്പെട്ടു. ഇതാണ് യേശു തന്നെ ക്രിസ്തുവും, യേശു തന്നെ കർത്താവും, കർത്താവായ യേശു ക്രിസ്തു. ഇത് വെളിപ്പാടാണ്. അത് പരിശുദ്ധാത്മാവിലല്ലാതെ ഗ്രഹിക്കില്ല എന്ന് ബൈബിളിലും വചനമുണ്ട്. ഇതിപ്പോ ചില ട്രിനിറ്റേറിയന്മാര് മർമ്മമാണെന്ന് പറഞ്ഞാണല്ലോ, നിങ്ങൾ ഇതുപോലെ പറയാണോ? ചില ട്രിനിറ്റേറിയന്മാര് പറഞ്ഞു ഇപ്പൊ അത് മർമ്മമാണെ പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. മനുഷ്യന് മനസ്സിലാകാത്ത എന്തിനാ ചർച്ച ചെയ്യുന്നേ? ആത്മാവിൽ പ്രാർത്ഥിച്ച പോലെ യേശു തന്നെ ക്രിസ്തു എന്ന് പഠിപ്പിക്കേണ്ട ആവശ്യം. ചിലരുടെ തന്ത്ര ഒന്നീ സംസാരിക്കുന്നവന് പിശാചാന്ന് പറയും. എന്നാ പിന്നെ ശാസിച്ച പോരെ? അല്ലെങ്കിൽ ഞാൻ വചനം പറഞ്ഞതാ. ചിലരുടെ വിചാരം അത് മർമ്മമാ, മനസ്സിലാക്കി. മൂന്നാമതുള്ള കാര്യം, തലേ കയറിയിരിക്കുക, വേറൊന്നും വരികയല്ല. ഇതൊന്നും ഒരു നല്ല കാര്യമല്ല. ഇതൊക്കെ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ വണ്ണസ് ടീച്ചിങ് എളുപ്പമാണെന്നാ എല്ലാരും പറയുന്നത്. തിരിച്ചു ചോദിക്കാം, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ മരിച്ചതെന്നും ക്രിസ്തുവിൽ മരിച്ചതെന്ന് പറഞ്ഞ് ഞാൻ ഓഡിയോ പബ്ലിസിറ്റി വേണ്ട, ഞാൻ നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ സംസാരിച്ച ഓഡിയോ എനിക്ക് കിട്ടും, ഞാൻ കളക്ട് ചെയ്യും, നോക്കിക്കൊള്ളാം. ഓഡിയോ എടുക്കണം, ഒരു സെന്റൻസിന്റെ ഫുൾ ലെങ്തിൽ എടുക്കണം. എനിക്ക് പരിശുദ്ധാത്മാവിൽ മരിച്ചവർ ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് നിങ്ങൾ പറയും. അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് ഞാൻ എടുത്തിരിക്കും എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കും. കാരണം നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് ഇത് ശരിയാണെന്ന്. അല്ല, നിങ്ങളുടെ തെറ്റാണെന്ന് എന്റെ ഹൃദയത്തിലേക്ക് അവിടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിലും തെറ്റാണ് ഞാൻ ധരിച്ചിരിക്കുക. സത്യം നമുക്കറിയില്ല, അത് പോട്ടെ. ഇപ്പൊ ഞാൻ ഈ പറയുന്ന അനുസരിച്ച് ഇപ്പൊ എന്നോട് ഒരുത്തം പറഞ്ഞാ ഞങ്ങളുടെ എല്ലാ ഉള്ളത്തിൽ ഈ വണ്ണസ് ഇരിക്കുക. ഞങ്ങളുടെ ഉള്ളത്തിൽ വണ്ണസ് ഒന്നുമില്ല. മഹാഭോഷ്ക്ക് ആ ഭോഷ്ക്ക് ഉള്ളത്തിൽ കൊണ്ടു കിടക്കുക ഇത്രയും വിവരക്കേടുണ്ടോ? അതൊന്നും ഞങ്ങളുടെ ഉള്ളത്തിലില്ല, ഒട്ടുമില്ല. കാരണം എന്താ വെച്ചാൽ പിതാവും ഇല്ല, പരിശുദ്ധാത്മാവില്ല, യേശു ക്രിസ്തു മാത്രം. അതെന്തോ യേശു ക്രിസ്തുവാ പിതാവിനെ എനിക്കറിയില്ല. ബഹുമാനിക്കുന്നു, പരിശുദ്ധാത്മാവിനെ ബഹുമാനിക്കുന്നു, പുത്രനെ ബഹുമാനിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ ദൈവം വെളിപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3 അവസ്ഥയിലും ദൈവം വെളിപ്പെട്ടത് ഒരേ ഒരു ദൈവം എന്ന് ഞാൻ പൂർണ്ണമായി 3 സ്ഥാനങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു, ബഹുമാനിക്കുന്നു, അനുസരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ ഇതിന് സാറ് ചോദിക്കണം. ഞാൻ തന്നെ 2 ചോദ്യം ചോദിച്ചോളൂ. സാറിന്റെ ചോദ്യം ചോദിച്ചോളൂ. ചോദ്യം ചോദിക്കാം. യുവർ ക്വസ്റ്റ്യൻ ടു മീ. പരിശുദ്ധാത്മാവ് ക്രിസ്തു എന്ന് നിങ്ങൾക്ക് ബ്രദർ മനസ്സിലാകില്ല. ആ കാര്യം മാത്രമേ എനിക്ക് ബ്രദർ ചോദിക്കാനുള്ളൂ. ബാക്കി അംഗീകരിച്ചല്ലോ നിങ്ങള്. ബാക്കി അംഗീകരിച്ചത് ഈ 2 കാര്യം അംഗീകരിച്ചില്ലേ? പിതാവ് യഹോവ, പുത്രൻ യേശു ക്രിസ്തു. അതല്ലേ ഞങ്ങളുടെ ടീച്ചിങ് പ്രധാനം, അതല്ലേ? അപ്പൊ പുത്രന്റെ നാമമല്ലേ യേശു ക്രിസ്തു? അതെ. സ്ഥാനപ്പെടാൻ പറഞ്ഞ പിന്നെ അവിടെ യേശു എന്ന് ഉപയോഗിച്ചിരിക്കുന്നിടത്ത് എന്തിനാ ബൈബിൾ? പ്രവൃത്തിയില്ല. യാക്കോബ് 2:20, 14, 20, 26 പറയുന്നു, ഹേ ഒരുത്തൻ വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഫലമില്ല. ഹേ വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമെന്ന് നീ അറിയുന്നു. ബൈബിളിൽ എവിടെയെങ്കിലും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നൊരു പ്രവൃത്തി എനിക്ക് കാണിച്ചു തരാമോ? പ്രവൃത്തി ഇല്ലാത്തതിനെ നിങ്ങൾ ബ്രദറിനെ വ്യക്തിപരമായിട്ടില്ല, പ്രവൃത്തി ഇല്ലാത്തതിനെ വിശ്വസിക്കുന്നവനെ ബൈബിൾ പറയുന്നത് വ്യർത്ഥ മനുഷ്യൻ. അബ്രഹാം കൂടെ പ്രവൃത്തിയാലല്ലോ നീതീകരിക്കപ്പെട്ടത്. അപ്പൊ പ്രവർത്തിച്ചിരിക്കുന്ന സ്നാനത്തെ തള്ളിക്കളയും. ചോദ്യം എന്നോട് ചോദിച്ചത്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് ഒരു പ്രവൃത്തി ബൈബിളിൽ കാണിക്കാവുന്നോ? സ്നാനത്തിന് ഒരു സ്നാനം മൊത്തം ബ്രദറെ, ബൈബിളിലെ മുഴുവൻ സ്നാനവും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാ. കർത്താവ് യേശു ക്രിസ്തു. അപ്പൊ ഈ ബാക്കി 2 ഏത് 2? പിതാവും പുത്രൻ, പിതാവും പരിശുദ്ധാത്മാവും. ബ്രദർ, പിതാവിനെയല്ലേ കർത്താവ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്? പിതാവിനെ കർത്താവ് എന്ന് വിളിച്ച് യഹോവയാണ് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഉരുണ്ട് കളിക്കുന്നു. പിതാവ് യഹോവയാന്നാ പറഞ്ഞേ. പിതാവ് യഹോവ. പിതാവിനെ എങ്ങനെ വിളിച്ചത്? നിങ്ങൾ പറഞ്ഞ കർത്താവ് 2 2 ഇത് കേക്ക്. യഹോവ, യഹോവ പ്രോപ്പർ നൗൺ. യഹോവ പ്രോപ്പർ നൗൺ ഉണ്ട്. ഈ യഹോവയായ കർത്താവ് എന്നുണ്ട്, കർത്താവായ യഹോവയെന്നുണ്ട്. യഹോവ പ്രോപ്പർ നൗൺ, കർത്താവ് കോമൺ നൗൺ. ഈ കർത്താവ് എന്നുള്ള പേര് എന്തോ എങ്ങനെ? കർത്താവ് ഒന്നേ ഉള്ളൂ എന്നുണ്ട്. നമുക്ക് ഏക കർത്താവ് അങ്ങനുണ്ട്. ഏക ദൈവം, ഏക കർത്താവ്, പരിശുദ്ധാത്മാവ് ഇങ്ങനുണ്ട്. സമ്മതിച്ചു. നമ്മൾ ചോദിച്ചത് കാരണം എന്താ? പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം എന്ന് പറയാൻ പിടിച്ചോണ്ടിരിക്കാൻ കാരണം എന്താ? നാമത്തിൽ സ്നാനപ്പെടാൻ പറഞ്ഞിരിക്കുന്നു. പുതിയ നിയമസഭയിൽ സ്നാനപ്പെട്ടിരിക്കുന്ന നാമം ഏതാണെന്ന് നോക്കി മിണ്ടാതെ പോകണോ? പരിശുദ്ധാത്മാവിനെ തിരിച്ചു പഠിപ്പിക്കണോ? അത് യേശുവിനെ തിരിച്ചു പഠിപ്പിക്കണോ? നിങ്ങള് യേശുവിനെ പഠിപ്പിക്കണോ തിരിച്ച്? മത്തായി 22:19 യേശുവിനെ ക്ലാസ് എടുക്കാൻ ധൈര്യമുള്ള ഒരാളുണ്ടോ ലോകത്ത്? യേശുവിനെ തിരുത്താൻ ധൈര്യമുള്ളവനെ, യേശുവിനെ തിരുത്താൻ കേൾപ്പുള്ള ഏതെങ്കിലും ഞാഞ്ഞൂലുകൾ ലോകത്തുണ്ടോ? വി ഓൾ ആർ ഞാഞ്ഞൂൽസ്. അമ്മ പറഞ്ഞതില് ബ്രദർ പോയി പപ്പ എന്ന് വാങ്ങിച്ചോണ്ട് വരികയും അനിയൻ പോയി വർഗീസ് എന്ന് വാങ്ങിച്ചോണ്ട് വരികയും ചെയ്താൽ ആരാണ് ശരി പ്രവർത്തിച്ചത്?
എന്തോ പറയുമെന്ന്? എങ്ങനെ? ബ്രദറിന്റെ അമ്മ പറഞ്ഞു പപ്പയുടെ നാമത്തിൽ മുദ്രപത്രം വാങ്ങിച്ചിട്ട് വരൂ. ബ്രദർ ആ, പപ്പയെന്ന് വാങ്ങിച്ചിട്ട് വന്നു, അനിയൻ പോയി വർഗീസ് ആണെങ്കിൽ വർഗീസ് എന്ന് വാങ്ങിച്ചു. ആരാണ് അമ്മയെ അനുസരിച്ചത്? രണ്ടുപേരും കാരണം പറയാം. രണ്ടുപേരോ? ഹൈപ്പോത്തറ്റിക് രണ്ടുപേരും അടയാളം കേൾക്കും. തരാമോ? നിങ്ങളുടെ പപ്പയുടെ പേര് പപ്പ എന്ന് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? സർക്കാർ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അധികാരപ്പെടുത്തിയിട്ടുണ്ടോ? പറയാം അതിന്റെ പറയാം അടയാളം നിങ്ങളുടെ കയ്യിലുണ്ടോ? പറയാം എന്റെ ഹൈ കയ്യിലുണ്ട്. സ്വർഗത്തിന്റെ നാമം ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തു. വാക്കിനാലോ പറയാം. ക്രിയയാലോ നിങ്ങൾ എന്ത് ചോദിച്ച ഈ ചെയ്താലും സകലതും മുദ്രപത്രം കർത്താവ് രണ്ടു യേശു തവണ ക്രിസ്തു ചെയ്യാം. ചോദിച്ചല്ലോ. മുദ്രപത്രം അവിടെ കീറിക്കളയെന്നല്ല, അതിന് നമുക്ക് ഇവിടെ കീറിക്കളയാ. ഞാൻ പറയാം. മുദ്രപത്രം ഇവിടെയും പപ്പയുടെ കീറിക്കളയും. നാമത്തിൽ പറയാം. മുദ്രപത്രം പപ്പയുടെ പറയൂ. നാമത്തിൽ മേടിക്കാൻ പറയുമ്പോൾ കേൾക്കുന്ന ഉം, മോന് ഉദ്ദേശം പിടികിട്ടും. ഉം. എന്തു പറയണം? ആ ആ എഴുത മുദ്രപത്രം വിൽക്കാനിരിക്കുന്നവനും ഭോഷനല്ല. അവൻ പപ്പയെന്ന് എഴുതി കൊടുക്കല്ല. കുഞ്ഞെ നിന്റെ അപ്പന്റെ പേരെന്താന്ന് ചോദിക്കും. അങ്ങനെ എഴുതിയേ ആ കൊണ്ടുവരുള്ളൂ. ഒഫീഷ്യലി വേണ്ടെടുത്ത് അങ്ങനെ 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 അതിക്ക് അവിടെ വിൽക്കാനിരുന്നവനാണ് പരിശുദ്ധാത്മാവ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു എന്ന്. അവന് ഭോഷ്കനല്ല എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ തിരിച്ച് പഠിപ്പിക്കാൻ പോകുന്നു. അല്ല അല്ല അവിടെ ഇരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇവിടുന്ന് പോയാൽ ഞാനൊരു താരതമ്യം ചെയ്ത് പറഞ്ഞു. അല്ല ഞാൻ ഇവിടെ പറഞ്ഞത് യേശു ക്രിസ്തു. സ്നേഹിത ഇത്തരം ചോദ്യങ്ങൾ വരുന്ന ഇടത്ത് വണ്ണസുകാരന് ഉത്തരവില്ല. അവരവരെ അവിടെ സിംഹം പോലെ നിന്നു എന്നൊക്കെ പറഞ്ഞു അത് പോകത്തുള്ളൂ. വണ്ണസുകാരന്. അത് നിങ്ങൾ അവർക്ക്. വണ്ണസല്ലേ? നിങ്ങൾ വണ്ണസല്ലേ? അത് അവർ വണ്ണസ് നിങ്ങൾ ഉദ്ദേശിക്കുന്നവൻ ഞാനല്ല. ഞാൻ ഞാൻ അവരുടെ മൊത്തം കൂടെ പെടുന്നതല്ല. അല്ലാന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. ആ അത് എനിക്കറിയാം. ഞാൻ നിങ്ങൾ പറയുന്ന പറഞ്ഞാ പറയാത്തത്. നിങ്ങൾ കത്തോലിക്കക്കാരനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഈ സ്നാനം കൊണ്ടുവന്ന കത്തോലിക്കക്കാരനാണ്. ഏത്? ഈ ആദ്യ നൂറ്റാണ്ടിൽ ചെയ്ത കർത്താവ് യേശുക്രിസ്തു നാമത്തിലെ സ്നാനം മാറ്റി സിനഗോദോസ് വഴിയായിട്ട് ഈ സ്നാനം കൊണ്ടുവന്നത്. യവനെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത്. മൂന്നാം സഭാകാലത്തിൽ ഒരു സിംഹാസനം ഇട്ട്, അത് സാത്താന്റെ സിംഹാസനമുള്ള ഇടം. അവൻ നിക്കോ സിനഗോദോസ് വഴി കൊണ്ടുവന്നതാണ്. അത് വിശ്വസിക്കുന്ന നിങ്ങൾ കത്തോലിക്കക്കാരനാണെന്നും അത് വെള്ള കുതിരപ്പുറത്ത് വന്ന ആ ആത്മാവ് ഉപദേശിച്ചു കൊടുത്താണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആ ആളാണെന്ന് ഞാൻ അത് വ്യക്തമാണ്. പക്ഷെ നിങ്ങൾ അംഗീകരിക്കോ നിങ്ങൾ കത്തോലിക്കക്കാരനാണെന്ന്?